നിന്റെ മുന്താണി എടുത്ത് മടിയിൽ പിടിച്ചേ. എന്റെയും ശ്രീധരന്റെയും ബന്ധം വീട്ടിൽ അറിഞ്ഞപ്പോ അവരുടെ അമ്മ എന്നെ വിളിച്ച് ഇങ്ങനൊരു ചടങ്ങ് നടത്തിയിരുന്നു. ഈ ചടങ്ങ് നടത്തിക്കഴിഞ്ഞാ അമ്മായിയും മരുമകളും സ്നേഹത്തോടെ ജീവിക്കുമെന്ന അവരുടെ വിശ്വാസം. അമ്മായി, എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നമുക്കിടയിൽ നല്ല ബന്ധമുണ്ടെന്നുള്ളതാ. ആ ബന്ധം എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ അമ്മായിക്ക് വാക്ക് തരുന്നു. നീയാള് കില്ലാടി ആയത് കൊണ്ടല്ലേ എന്റെ ചേച്ചിയെ കുപ്പിയിലാക്കിയത്. ഈ ചടങ്ങ് കഴിഞ്ഞാ പിന്നെ നീ എന്റെ മരുമകളായി എന്നർത്ഥം. അമ്മായി, എനിക്ക് എത്ര സന്തോഷം തോന്നുന്നറിയോ? ഇത്ര വലിയൊരു വീട്ടിലേക്ക് എൻട്രി കിട്ടിയാ പിന്നെ സന്തോഷം തോന്നാണ്ട് എങ്ങനെ ഇരിക്കും? നിനക്ക് സന്തോഷിക്ക ശാരിക. ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട സമയം തന്നെയാ. ആരതിയെ കൊണ്ട് എൻഗേജ്മെന്റ് വേണ്ട എന്ന് പറയിപ്പിക്കുന്ന കാര്യത്തിൽ നീ വിജയിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നീ അത് സാധിച്ചു. ഈ വീട്ടിലേക്ക് മരുമകളായി വരാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ടെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ ബന്ധം എപ്പോഴും തുടരാൻ ഞാൻ തന്നെ നമുക്കിടയിൽ മുൻകൈ എടുത്തോളാം അമ്മായി. അമ്മായി, നിങ്ങൾ വളരെ നല്ല ആളാ. എല്ലാവരും എനിക്കെതിരെ നിന്ന് ആരും എനിക്കൊപ്പം ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾ എന്റെ മേൽ വിശ്വാസം വെച്ച് എന്റെ ഒപ്പം നിന്നു. ഇത് ഞാൻ എന്റെ മരണം വരെ മറക്കില്ല അമ്മായി. I'll be thankful to you. നിന്നെപ്പോലൊന്ന് സീരിയസ് റോൾ ആവാന്ന് വിചാരിച്ചപ്പോ നീ എന്നതിന് സമ്മതിച്ചില്ലല്ലോ. പ്രണയിക്കുന്ന ഒരാൾ മറ്റൊരാളുടെ ഗുണഗണങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കും ചേട്ടാ. ഇഷ്ടപ്പെടുന്ന ആളുടെ സ്വഭാവം, സംസാരം, പെരുമാറ്റ രീതികളെല്ലാം ഓട്ടോമാറ്റിക്കായി വരും അത്രേ. അല്ല, ഈ വേദാന്ത് മേനോൻ എന്താ തമാശയാണോ? അവസാനം എങ്ങനെയൊക്കെയോ എൻഗേജ്മെന്റ് നടന്നു. അയ്യോ നിക്കടി, വിക്കിച്ചേട്ടൻ ഇതുവരെ മോതിരം ഇട്ടില്ല. ചേട്ടാ, ഇനി ആർക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്യുന്നേ? അങ്ങോട്ട് ഇടന്നേ. പൂർണ്ണ മനസ്സോടെ എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമല്ലേ ആരതി? ഇതെല്ലാം സംഭവിക്കാൻ കാരണം തന്നെ ചേട്ടനാ. വാ വാ. ഏയ് വേണ്ട. Congrats. Wish you the same.
ശാരിക, നമ്മൾ എന്താണോ ചെയ്യണമെന്ന് വിചാരിച്ചത് അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്ന് കരുതി നിന്റെ ഉത്തരവാദിത്വം തീർന്നുവെന്ന് വിചാരിക്കണ്ട. ഇനി ശരിക്കും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ വലിയ വീട്ടിൽ കുടുംബത്തെ നീ എത്ര തന്നെ അടുത്ത് നിന്ന് കണ്ടാലും ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ഗാംഭീര്യം നിനക്ക് മനസ്സിലാവൂ. എന്ന് കരുതി നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും ചേച്ചി. ചേച്ചി അവളുടെ ഒപ്പം ഉണ്ടാവും പറഞ്ഞാ ഞാനും ആ കൂടെ തന്നെ ഉണ്ടാവുന്നല്ലേ അതിന്റെ അർത്ഥം. നിന്റെ അർത്ഥം നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. ഇടയ്ക്ക് കയറി സംസാരിക്കാൻ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശാരിക, ഈ വീട്ടിലെ മരുമകളായി വരാനുള്ള എല്ലാ ക്വാളിറ്റീസും നിനക്കുണ്ട്. പക്ഷെ അതൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഷുവർ അമ്മായി. എന്നാലും എന്താ ഒരു എന്നാലും? ഇത്രയൊക്കെ ആയതിനു ശേഷം വേദാന്തി കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഓർക്കുമ്പോഴാ ഡൗട്ടോ? എന്തിന്? ഒരുപക്ഷെ വിക്കിനെ സ്വീകരിക്കാൻ തയ്യാറായാലും വേദാന്തി കല്യാണത്തിന് സമ്മതിക്കുമെന്നാ. നിനക്കിപ്പോഴും വേദാന്തിനെ കുറിച്ച് അറിയില്ല. അവൻ എല്ലാറ്റിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാന്. എന്റെ വാക്കാ. എന്റെ വാക്കിനെ അവൻ ഒരിക്കലും മറികടക്കില്ല. അതിന് തക്കതായ കാരണമുണ്ട്. എന്താ അമ്മായി? അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ശാരികയാണ് എന്റെ മരുമകളെന്ന് വേദാന്തിനോട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നോ പറയില്ല. നീ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട. ഹലോ 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 ഹലോ, എന്താ ഇത്? സിനിമ കഴിഞ്ഞ ഓഡിയൻസിനെ പോലെ എല്ലാരും പോവുകയാണോ? വന്ന കാര്യം കഴിഞ്ഞല്ലോ, പിന്നെന്താ? ഇനിയും ക്ലൈമാക്സ് ബാക്കിയില്ലേ? അതെന്താ ചേട്ടാ? എൻഗേജ്മെന്റ് ഒക്കെ നടക്കുന്ന സമയത്ത് എല്ലാവരും ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുമായിരുന്നു. ആരും ഒരു ഫോട്ടോ എടുത്തില്ല. വാ, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. പ്രൈവറ്റ് ഫംഗ്ഷൻ അല്ലേ, വെറുതെ ഇനി ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാരെയും അറിയിക്കാനൊന്നും നിൽക്കണ്ട. പിന്നെ സമാധാനമായിട്ട് ഞാൻ തന്നെ എല്ലാരെയും സമ്മതിപ്പിച്ചോളാം. ഇനി ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും ആരും എടുക്കാനാ? ഇതെന്താ ചേട്ടാ ഇത്? ഇവിടെയുള്ളവരിൽ ആർക്കാണ് പൊക്കം കൂടുതൽ? അവർ മൊബൈലിൽ സെൽഫി എടുത്താ മതിയല്ലോ. സെൽഫിയോ? ഇത്രയും പേര് നിൽക്കുമ്പോ ഫ്രെയിമിൽ എങ്ങനെ കിട്ടാനാ? എന്റെ ടിക്ടോക്ക് സ്റ്റാർ അതിഥി ഉണ്ടല്ലോ, ആരെ ഏത് രീതിയിൽ പോസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞുതരും. ഫിറ്റ് ആയില്ലെങ്കിൽ ഫിറ്റ് ആക്കിക്കോളും. അഞ്ജു, ഞങ്ങൾക്ക് സെൽഫി ഒന്നും വേണ്ട, ഗ്രൂപ്പ് ഫോട്ടോയാ വേണ്ടേ. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ചേട്ടാ. ഇവിടെ ഫോട്ടോ എടുപ്പിക്കാൻ ആരും കാണുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ നടത്തുമെങ്കിൽ വെറൊരു ഫോട്ടോ എടുക്കാനാണോ പ്രശ്നം? എല്ലാരും ഇവിടെ നിൽക്ക്, ഞാൻ ടൈമർ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാം. എന്റെ തലയിൽ ഇതേ ഐഡിയ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഐഡിയ കയറി പറഞ്ഞ് വലിയ ആളായി എല്ലാവരുടെ മുമ്പിൽ. അഹങ്കാരി. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. വേദാന്തേട്ടന്റെ കയ്യില് എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഉണ്ടെങ്കിലേ അവന്റെ കൂടെ പോയി നിൽക്കും. എന്റെ കല്യാണക്കാരെയൊക്കെ ചേട്ടൻ നോക്കിക്കോളൂ. ഇപ്പൊ ഫോട്ടോയ്ക്കുള്ള പോസ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അമ്മ പെട്ടെന്ന് വാ. ചേട്ടൻ എന്നെ അടുത്ത് വാ. ചേച്ചി എന്റെ അടുത്ത്. അല്ല, ഈ മീനാക്ഷി എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? 2 ദിവസമായിട്ട് ഞാനും നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കി എന്നെ തിരിച്ചു നോക്കുന്നില്ല. രാത്രി ടെറസിൽ ഫുഡ് കഴിക്കാൻ വരുന്നതാ, ഇപ്പൊ അങ്ങനെ വരുന്നുമില്ല. അനിയത്തിമാരെ സിദ്ധാർത്ഥിന്റെ ഒപ്പം അയച്ച നന്നായി. എന്തു ചേട്ടാ? ഞാൻ ഈ നിശ്ചയത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞ ശേഷം അവരെ ഇങ്ങോട്ടേക്ക് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. നീ പറയുന്ന ഞാൻ കേട്ടായിരുന്നു, പക്ഷെ എന്താ അതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിയോ തെറ്റോ എന്നറിയില്ല, പക്ഷെ നമ്മൾ ഈ ചെയ്തത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം.
നമ്മൾ ഈ ചെയ്തതിന്റെ ശരി മനസ്സിലാക്കി അവർ മാപ്പ് തന്നാ മതി. ആരതി, നിന്റെ മനസ്സിലെന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ടെൻഷനും മനസ്സിലാവുന്നുണ്ട്. എനിക്ക് നല്ലപോലെ ടെൻഷൻ ആവുന്നുണ്ട് വിക്കി. അച്ഛനും അമ്മയും ഇത് എങ്ങനെ സ്വീകരിക്കുന്ന ആലോചിച്ചിട്ട് എനിക്ക് ആകെ ടെൻഷനായിട്ടിരിക്കുക. ഒന്നും ആലോചിക്കണ്ട ആരതി, റിലാക്സ്. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അമൂല്യ, അമ്മേ 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 നിക്ക്, ഞാൻ വരുന്നു. വന്ന് സമയം കാലമൊന്നും ഇല്ലല്ലോ. അഹങ്കാരം കൂടിക്കൂടി ആർക്കും ഒരു പേടി പോലും ഇല്ല. കാണിച്ചു തരാം ഞാൻ. അതെ, അതേന്നേ, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ, നടന്ന കാര്യം വിശദമായിട്ട് ഞാൻ തന്നെ അമ്മയോട് പറയാം. ആരതി, എന്താ മോളെ ഇതെല്ലാം? ഈ കാണുന്നതൊക്കെ സത്യമാണോ? നിങ്ങൾ രണ്ടുപേരുടെ നിശ്ചയം കഴിഞ്ഞോ? കാര്യങ്ങൾ ഞാൻ പറയാം അങ്കിൾ. വേണ്ട ചേട്ടാ, ഞാൻ സംസാരിച്ചോളാം. അമ്പലത്തിൽ വെച്ച് വിക്കിയും അയാളെ നിശ്ചയം നടത്താൻ സമ്മതിച്ചത് ഞാനാണ്. ആ തീരുമാനവും എന്റേതായിരുന്നു. തീരുമാനം എന്റേതായതുകൊണ്ട് ഉത്തരവ് ഞാൻ തന്നെ കൊടുത്തോളാം. അമ്പലത്തിൽ വെച്ച് ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അവിടെ നിങ്ങൾ ആരും ഇല്ലാത്തതിൽ നല്ല വിഷമമുണ്ട് എനിക്ക്. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എന്നാൽ ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു തരി പോലും പശ്ചാത്താപം എനിക്കില്ല. ചേച്ചി, ഇത് നീ തന്നെയാണോ? ഞാൻ ഇതിനോടകം വിക്കി എത്ര തവണ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കണക്കേയില്ല. എല്ലാ തവണയും എന്റെ വീട്ടുകാർക്ക് വിഷമാവില്ലേ, നാട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ എന്റെ മനസ്സ് എൻഗേജ്മെന്റിന് സമ്മതം പറഞ്ഞില്ല. അപ്പോഴാണ് വേദാന്ത ചേട്ടൻ വിക്കിയും നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത്. അപ്പൊ ഞാൻ സമ്മതിച്ചു പോയമ്മ. എന്ന് കരുതി ഞാൻ പറയുന്നത് ശരിയാണെന്നൊന്നുമല്ല. എന്നാൽ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയ കാലം മുതൽ എത്രയൊക്കെയോ വിഘ്നങ്ങൾ വന്നു, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, നിങ്ങളെല്ലാവരും എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നും ഞാൻ കാരണം നിങ്ങളെല്ലാവരും വിഷമിച്ചപ്പോ ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. ഇതിനെല്ലാത്തിനും കാരണം ഞാനാണെന്ന് ഓർത്തപ്പോ എനിക്കിതൊന്നും സഹിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയതുപോലെ പേടിച്ചോ പേടിക്കാതെയോ എനിക്കതൊന്നും അറിയില്ല. എന്ന നിശ്ചയം നടത്താൻ സമ്മതമാണെന്ന് ഞാൻ തീരുമാനമെടുത്തു. ഇതിനെല്ലാം കാരണക്കാരി ഞാനാ. ഈ കാര്യത്തില് വിക്കിയുടേതോ അല്ലെങ്കിൽ വേദാന്ത ചേട്ടന്റേതോ അല്ലെങ്കിൽ അമ്മുവിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഞാൻ കാരണം ഈ തെറ്റുകളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾക്ക് ശിക്ഷ തരണമെങ്കിൽ എന്നെ മാത്രം ശിക്ഷിച്ചോളൂ. നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയ്ക്കും അത്
1 മാസത്തിനുള്ളിൽ നിശ്ചയം നടന്നില്ലെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞ കാര്യം ഓർത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരിക്കുമല്ലേ മോളെ? എന്ത് കാരണമായാലും എന്താ അവരിപ്പോ കാണിച്ച ശരിയാണോ? കല്യാണം കഴിഞ്ഞിട്ടില്ല പ്രമി. എനിക്ക് നീയും നിനക്ക് ഞാനും ഒന്ന് ഉറപ്പിക്കാൻ ദൈവസന്നിധിയിൽ വെച്ച് കൂട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ മോതിരം അണിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ നടന്ന കാര്യങ്ങളെ പറ്റി ഒരു ടെൻഷനും ഇല്ലെന്നാണോ? നിങ്ങൾക്കിതിൽ ഒരു വിഷമവും ഇല്ലെന്നാണോ? ഉറപ്പായിട്ടും തോന്നുന്നുണ്ട്, സമാധാനം തോന്നുന്നുണ്ട്. ആരതി കുട്ടിയായിരുന്നപ്പോ മുതൽ അവക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്നെ പറ്റിയും നിന്നെ പറ്റിയും സ്വന്തം അനിയത്തിമാരെയും കുറിച്ച് എപ്പോഴും ചിന്തിച്ച് അവളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ചില്ലേ? മൂത്ത മകളാണ്, ഉത്തരവാദിത്തം കൂടുതലാന്ന് മനസ്സിലാക്കി ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചു വളർന്നതാ. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് എല്ലാ ചിന്തയും മാറ്റി ഉറച്ച മനസ്സോടെ സ്വയം ചിന്തിച്ചെടുത്ത ആദ്യത്തെ തീരുമാനമല്ലേ ഇത്? അങ്ങനെയുള്ളപ്പോ ഞാനിതിനെ എങ്ങനെ എതിർക്കാനാ? ദേഷ്യപ്പെടുന്നതിനേക്കാൾ സന്തോഷിക്കുന്നതല്ലേ നല്ലത്. ഇന്നലെ രാത്രിയെല്ലാം നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നതിന്റെയൊക്കെ അർത്ഥം എനിക്കിപ്പോ ശരിക്കും മനസ്സിലായി. നിങ്ങൾ പറഞ്ഞാണ് ശരി. നീ വളരെ നല്ല കുട്ടിയാ, പാവാണ്. എന്നാ നീ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും നിന്റെ അവസ്ഥയെന്ന് ഓർത്ത് എനിക്ക് ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾ നിന്റെ മുന്നോട്ടുള്ള ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുമല്ലോ എന്നോർത്ത് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലിപ്പോ ആദ്യമായിട്ട് എനിക്ക് നിന്നെ ഓർത്ത് ധൈര്യം തോന്നുന്നു. ശരി, ഞാൻ പോയിട്ട് വരാം. അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. ചെറിയമ്മയുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നിരുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയായി. ഇവരെ രണ്ടുപേരെയും അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞ വേദാന്ത് ഫോൺ ചെയ്തത്. അമ്മേ, ഇപ്പോഴാ സമാധാനായത്. അവിടെ എന്തെങ്കിലും പ്രശ്നമാകുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക് സിദ്ധാർത്ഥ്. അതെ ചേച്ചി, എനിക്കും ഒരുപാട് പേടിയായിരുന്നു. അച്ഛനും അമ്മയും സമ്മതിക്കില്ല, ഒരു വലിയ വഴക്ക് തന്നെ ഉണ്ടാവും, ആദ്യം തൊട്ട് എല്ലാം തുടങ്ങേണ്ടി വരുമെന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. ഞാനും അതേ ഫീലിംഗിലായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു രീതിയിൽ ചേട്ടൻ എല്ലാം ശരിയാക്കുമെന്നുള്ള ധൈര്യം എന്തായാലും എനിക്കുണ്ടായിരുന്നു. ഈ നാശം പിടിച്ച ജന്തുക്കൾ എന്താ ഇവിടെ ചെയ്യുന്നത്? വല്ലിച്ച, ഞങ്ങൾ പോയിട്ട് വരാം. നോ 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 നോ, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതേ വല്ലപ്പോഴും. അങ്ങനെയുള്ളപ്പോ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ ഞാൻ നിങ്ങളെ വിടില്ല. നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോകുന്നതാണ് എനിക്ക് സന്തോഷം. ഇല്ല മാവ, ഇവർക്ക് ഇപ്പൊ തന്നെ പോയേ പറ്റൂ. നീ എന്താ മോളെ ഇങ്ങനൊക്കെ പറയുന്നേ? വന്ന ഉടനെ തന്നെ അവരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നത് പോലെ ഉണ്ടല്ലോ. അമ്മാവ, അതെന്താന്ന് വെച്ചാ